Hey guys, do it yourself by MIDHUN എന്ന മലയാള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും തന്നെ സ്വാഗതം. സോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ബിയർ ബോട്ടിൽ അല്ലെങ്കിൽ MD ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽസ് എങ്ങനെ ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിൻ്റെ രണ്ട് മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. നമുക്ക് 100% ആക്യുറസിയോടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ദയവേത് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യം, ഞാനിപ്പോൾ രണ്ട് ഒരുപോലത്തെ ബിയർ ബോട്ടിൽസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് മെത്തേഡ്സിൽ വരുന്ന നമുക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനുശേഷം എടുത്തിട്ടുള്ളൊരു ക്യാൻഡിലാണ്, ടർപ്പൻറ്റൈൻ ഉണ്ട്, പിന്നെ നമ്മുടെ ജൂട്ട് ഡ്രോപ്പ്, അതായത് നമ്മുടെ ചണത്തിൻ്റെ കയറ് ഒരെണ്ണം. അപ്പോൾ ആദ്യം ഞാൻ ഒരു ബോട്ടിൽ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ബോട്ടിലാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൈറ്റിനനുസരിച്ച് നമുക്കിതിൽ എവിടെ വെച്ച് കട്ട് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കാം. അപ്പോൾ ആ പോയിൻ്റ് ഒന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷം ഈ റോപ്പ് എടുക്കുകയാണ്. അപ്പോൾ ഈ റോപ്പ് നമ്മൾ എവിടെയാണോ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെ ഒന്ന് ഒരു 2 പ്രാവശ്യം ചുറ്റി ടൈറ്റായിട്ട് കെട്ടാനുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. അപ്പോൾ അതിനെ നല്ലവണ്ണം ടൈറ്റായിട്ട് ചുറ്റുക, ഇതുപോലെ ചുറ്റിയിട്ട് കെട്ടുക. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ബാക്കി റിമൈനിങ് കയർ നമ്മൾ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ നമുക്കിതുപോലെ കിട്ടും. അപ്പോൾ അതിനുശേഷം നമ്മൾ ടർപ്പൻറ്റൈൻ യൂസ് ചെയ്യുന്നുണ്ട്, കെറോസിന് യൂസ് ചെയ്യാം, മാക്സിമം പെട്രോൾ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. ടർപ്പൻറ്റൈൻ ഞാനവിടെ ജസ്റ്റ് ചെറിയ രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, താഴെ വീഴുന്നില്ല, അത് ചെറിയ രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് അബ്സോർവ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഈ നൂല് സെലക്ട് ചെയ്യാനുള്ള കാരണം. ചാക്കിൻ്റെ നൂലാണത്. അപ്പോൾ അതിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത് ഒരുവിധം അബ്സോർവ് ആയി കഴിയുമ്പോൾ ഈ ടർപ്പൻറ്റൈൻ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വാക്സ് കാൻഡിലാണ്, നോർമൽ വാക്സ് കാൻഡിൽ. നിങ്ങൾക്ക് മണ്ണെണ്ണകളൊക്കെ യൂസ് ചെയ്യാം, പക്ഷേ അതിൻ്റെ പുക കരി അത് കുറച്ച് കൂടുതലായിരിക്കും. ഇതിലുണ്ടാവും, പക്ഷേ കമ്പാരിറ്റീവ്ലി കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാനതിനെ ജസ്റ്റ് ഒന്ന് കത്തിക്കുകയാണ്. ചെറുത്തോട്ടൊന്ന് കത്തിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മെഴുതിരിയുടെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളിതൊരു 60 സെക്കൻഡ് അല്ലെങ്കിൽ ഏതാണ്ട് ഒരു 1 മിനിറ്റ് 1.5 മിനിറ്റ് ജസ്റ്റ് ഇതിനൊന്ന് ചെറുതായിട്ട് ഇങ്ങനെ ചുറ്റിക്കൊണ്ട് നിൽക്കുക. അപ്പോൾ ഏതാണ്ട് ഫയർ തീരാറാകുമ്പോൾ നമ്മൾ ബക്കറ്റിലെ ഈ വെള്ളത്തിലോട്ട് ഇങ്ങനെ ഇറക്കുക ചെറുതായിട്ട്. ചെറിയ സൗണ്ട് കേൾക്കും, ചെറിയ രീതിയിൽ, വേറെ ഒന്നും സംഭവിക്കത്തില്ല. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ പ്രോപ്പറായിട്ടുള്ള 2 പീസ് കിട്ടും. ഇതിൽ നമ്മളിപ്പോൾ ഇത് കയറ് റിമൂവ് ചെയ്യാണ്. കയറ് റിമൂവ് ചെയ്ത് പ്രോപ്പറായിട്ട് നമുക്കത് കിട്ടും. മേലെ ജസ്റ്റ് ഒന്ന് സാൻഡ് പേപ്പർ ഇട്ട് ആക്കി കഴിഞ്ഞാൽ സംഭവം ശരിയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, നമുക്കിപ്പോൾ കട്ട് പ്രോപ്പറല്ല, കുറച്ച് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡ് മെത്തേഡ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സെക്കൻഡ് മെത്തേഡ് കുറച്ചുകൂടി പ്രോപ്പറാണ്. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഗ്ലാസ് കട്ടറാണ്. 2 ടൈപ്പ് ഉണ്ട്, ഡയമണ്ട് വെച്ചിട്ടുള്ള വരുന്നതുകൊണ്ട് ഇത് വന്നിട്ട് നമ്മുടെ ഒരു റോളർ ടൈപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിത് റിമൂവ് ചെയ്യാണ്. ഇതാണ് നമ്മുടെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ഇതിൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഈ കാണുന്ന വുഡ് ഇത് സെറ്റപ്പ് ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. മൊത്തം വേസ്റ്റ് വുഡാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ 3 സ്ക്രൂ ഫിക്സ് ചെയ്യുക. സ്ക്രൂവോ ആണിയോ നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാം. അതായത് ഇതിങ്ങനെ ഉള്ളിൽ വയ്ക്കുമ്പോൾ എളുപ്പം പോയിട്ട് വരുന്ന രീതിയിലാണ് നിങ്ങളത് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് നമ്മുടെ ഈ കാണുന്ന ആ ഒരു പ്ലെയിൻ തടിയിൽ നിന്ന് കുറച്ചൊന്ന് റേസ് ചെയ്ത് നിൽക്കണം. ചെറിയ രീതിയിലുള്ള ഹൈറ്റ് റേസ് ചെയ്ത് നിൽക്കണം. അപ്പോഴേ ഗ്ലാസ് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് നോക്കി, റെഫറൻസ് നോക്കി അത് വച്ചതിന് ശേഷം നിങ്ങൾക്ക് 2 വുഡൻ പീസ് ഈ കാണുന്ന പോലെ മേലെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഈ ഒരു 90 ഡിഗ്രി വരുന്ന പോലെ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും. ഇത് വേസ്റ്റ് വുഡാണ്, നിങ്ങൾക്ക് എന്ത് വുഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ജസ്റ്റ് സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അത് വയ്ക്കാം. അപ്പോൾ അതിനുശേഷം ഞാനിതിൽ വയ്ക്കുന്നുണ്ട്. പിന്നെ അത് ടൈറ്റ് ചെയ്യുന്നുണ്ട്. സ്ക്രൂ ഡ്രൈവർ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് ഷേക്ക് ആവത്തില്ല. കറക്റ്റായിട്ട് അലൈൻമെൻറ്റൊക്കെ നോക്കിയിട്ട് നിങ്ങളതിനെ ടൈറ്റ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം അത് നമ്മൾ കറക്റ്റായിട്ട് അതിൽ നിന്ന് പൊന്തി നിൽക്കുന്നുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യുക. പിന്നെ നമ്മൾ കട്ട് ചെയ്യാൻ എടുക്കുന്ന ബോട്ടിൽ, അപ്പോൾ ബോട്ടിലിൻ്റെ ഏതാണ്ട് ഈ പോർഷനായിട്ടാണ് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും വേണ്ട, ചെറുത് മതി, ഇത്രയും മതി, അല്ലാന്നുണ്ടെങ്കിൽ എത്രയാണോ വേണ്ടത് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങളുടെ ഈ വുഡ് ഇങ്ങോട്ട് മൂവ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ഗ്ലാസ്സിനെ കറക്റ്റായിട്ട് അതിനകത്ത് പ്ലേസ് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട്. അപ്പോൾ ഞാനിവിടെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒരേ ഒരു റൗണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതിയാവും, ഒത്തിരി പ്രാവശ്യം നിങ്ങളത് ചെയ്യണമെന്നില്ല. അത് കുറച്ച് ക്ലോസിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വൈറ്റ് ലൈൻ വരുന്നത്. അത് ശരിക്കും ഗ്ലാസ് ആ ഒരു സ്ക്രാച്ച് വിടുന്നതാണ്.
ആ കട്ടറിൻ്റെ സ്ക്രാച്ചാണത്. അപ്പോൾ ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് എളുപ്പമാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഉടച്ചെടുക്കാനൊന്നും പറ്റത്തില്ല കറക്റ്റായിട്ട്. പക്ഷേ ഇങ്ങനെ ഒരു പ്രോപ്പറായിട്ട് നിങ്ങൾ ഈ വര നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ചെയ്യുന്നത് എളുപ്പമാണ്. പിന്നെ എഗെയിൻ ഞാൻ ഇവിടെ പഴയതുപോലെ മെഴുതിരി യൂസ് ചെയ്തിട്ട് ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ടർപ്പൻറ്റൈനോ ഒരു ലിക്വിഡിൻ്റെ ആവശ്യമില്ല, ജസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിങ്ങനെ നിങ്ങൾ ടേൺ ചെയ്തുകൊണ്ട് നിൽക്കുക. ഒരു 60 സെക്കൻഡിൽ കൂടുതൽ, ഒരു 2 മിനിറ്റൊക്കെ ചിലപ്പോൾ ഇത് എടുത്തുനിന്ന് വരും. ഫസ്റ്റ് സ്റ്റെപ്പിനെക്കാട്ടി കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ കണ്ടില്ലേ ഗ്ലാസ് എങ്ങനെയാണ് കട്ടായെന്ന്. നിങ്ങൾ വെള്ളത്തിലൊന്നും ഡിപ്പ് ചെയ്യണ്ട, പ്രോപ്പറായിട്ട് 100% പ്രോപ്പറായിട്ടുള്ളൊരു പെർഫെക്റ്റ് കട്ടായിരിക്കും ഇത്. അപ്പോൾ ഇതിൽ കരി ഉണ്ടാവും. കരി നിങ്ങൾക്ക് ഒരു തുണിയോ എന്തെങ്കിലും ഉപയോഗിച്ച് മാക്സിമം കൈ യൂസ് ചെയ്യേണ്ടിരിക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ സാൻഡ് പേപ്പർ ഇട്ട് പോളിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് പർപ്പസിന് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും ഇത്. ഒരുപാട് പേര് ഇത് ഗ്ലാസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇനി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കുപ്പിയുണ്ട്, കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു കുപ്പി. അതുകൂടെ ഒന്ന് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, സെയിം മെത്തേഡ് വെച്ചിട്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ഈ ഭാഗത്തായിട്ട് കട്ടർ യൂസ് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഹീറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു 2 മിനിറ്റ്സിന് മേലെ എടുത്തു, കാരണം ഈ ബോട്ടിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ളതാണ്. അപ്പോൾ നിങ്ങളിതിങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ടൈം എക്സ്ട്രാ എടുത്ത് ചെയ്യുക, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള വളരെ നീറ്റായിട്ടുള്ള കട്ട് ഇതിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെത്തേഡിനെക്കാട്ടിയും കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും ഇത്. കണ്ടോ, ബോട്ടിലിപ്പോൾ നമുക്ക് 2 പീസായിട്ട് കിട്ടി. ഇതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സാൻഡ് പേപ്പർ മേലെ ഇട്ട് കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ട് ആ ചെറിയ ചെറിയ പ്രൊജക്ഷനൊക്കെ മാറിയിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു മെത്തേഡ് ഇതാണ്. അപ്പോൾ നമ്മൾ ഈ മണി പ്ലാന്റൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് വയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഇതാണ്. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. സെക്കൻഡ് മെത്തേഡ് അത്യാവശ്യം നല്ലൊരു മെത്തേഡാണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പുതിയ വീഡിയോകളായിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.